ഓക്കെ, നമുക്ക് ഈ ഒരു രണ്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ച് നോക്കാം. നമ്മളെ ഇൻ്റഗ്രൽസിലെ ഇൻ്റഗ്രൽ e6 log x മൈനസ് e5 log x കാണുമ്പോൾ ഭയങ്കര ഡേഞ്ചറസ് എക്സ്പ്രഷൻ പോലെയുണ്ട്. നോക്കി നോക്കാം. ഡിവൈഡഡ് ബൈ e4 log x മൈനസ് e3 log x. വാ, അവിയൽ, പരിപ്പ്, സാമ്പാർ, എന്താ പറയണ്ടല്ലേ. ഇപ്പോൾ e6 log x മൈനസ് അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്ത് നമുക്കറിയാം, ഈ പറഞ്ഞ 6 log x n log എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യുക, ഈ n ഇതിൻ്റെ പവറായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ എന്താ log x റേസ് ടു n. അപ്പോൾ ഈ n ആണ് ഇവിടെ കയറിയിട്ട് ഇങ്ങോട്ട് വരുന്നത് പവർ റൂൾ പ്രകാരം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ 6നെ ഇങ്ങോട്ടേക്ക് എടുക്കാം, എക്സ് ഇതിൻ്റെ പവറായിട്ട് എടുക്കാം, ഈ 5നെ ഇതിൻ്റെ പവറായിട്ട് എടുക്കാം, 4നെ ഇതിൻ്റെ പവറായിട്ട് എടുക്കാം, 3നെ ഇതിൻ്റെ പവറായിട്ട് എടുക്കാം. അപ്പോൾ എന്ത് സംഭവിക്കും, e റേസ് ടു log x റേസ് ടു 6 മൈനസ് e റേസ് ടു log x റേസ് ടു 5 e റേസ് ടു log x റേസ് ടു 4 മൈനസ് e റേസ് ടു log x ക്യൂബ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈയും ലോഗ് എന്താണ് ശത്രുക്കളാണ്, എനിക്ക് എന്താണ് കീരിയും പാമ്പാണ്, ഇവർ രണ്ടുപേരും തമ്മിൽ അടിച്ചു. അതുകൊണ്ടാണ് നമ്മൾ ഈ ഈയും ലോഗ് ഒരുമിച്ച് വരേണ്ടിയിട്ടാണ് ഈ മൊത്തം കളിയും കളിക്കുന്നത്. ഈ 6നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞേച്ചും 5നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞേച്ചും 4നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞേച്ചും 3നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞേച്ചും ഈയും ലോഗും തമ്മിൽ കണ്ടുകൂട്ടണേൻ്റെ. അപ്പോൾ കീരിയും പാമ്പും അടിച്ചും പോയി. പിന്നെ ആകെ എന്താ ബാക്കിയുള്ളത്, എക്സ് എന്ന് പറയുന്ന ടേം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ x റേസ് ടു 6 മീൻസ് ഇവിടെ എന്താ ബാക്കിയുള്ളത്, ഈ ഈയും ലോഗ് അടിച്ചു പോയപ്പോൾ x റേസ് ടു 5 ബാക്കി, ഇവിടെ ഈയും ലോഗ് അടിച്ചു x റേസ് ടു 4 ബാക്കി, ഇവിടെ ഈയും ലോഗ് അടിച്ചു x ക്യൂബ് ബാക്കി മൈനസ് x ക്യൂബ്. അപ്പോൾ ലോഗ് m റേസ് ടു n ഇസ് ഈക്വൽ ടു n log m അത്രയല്ലോ. അപ്പോൾ ഇതാ ഇനി സിമ്പിളായിട്ട് x റേസ് ടു 6 മൈനസ് x റേസ് ടു 5 ഡിവൈഡ് ബൈ x റേസ് ടു 4 മൈനസ് x ക്യൂബ്. ഇതിനെ എളുപ്പത്തിൽ ചെയ്യാം. ഒരു കാര്യം ചെയ്യാം, ഇത് നമുക്കൊരു x റേസ് ടു 5 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ എന്താ x റേസ് ടു 5 ഇൻറ്റു ഇത് x റേസ് ടു 6 എന്ന് എടുക്കുമ്പോൾ x മൈനസ് 1 ഡിവൈഡ് ബൈ ഇതെന്ന് ഒരു x ക്യൂബ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ x ക്യൂബ് ഇൻറ്റു x മൈനസ് 1. കാരണം ഇത് ചെയ്യുന്ന സമയത്ത് x റേസ് ടു 4 കിട്ടും, ഇത് ചെയ്യുന്ന സമയത്ത് മൈനസ് x ക്യൂബ് കിട്ടും. അപ്പോൾ എന്താ ഈ പറഞ്ഞ ഈ x മൈനസ് 1 x മൈനസ് 1 ക്യാൻസൽ. പിന്നെ എന്താ ഇവിടുത്തെ x ക്യൂബും പിന്നെ ഇവിടുത്തെ ഒരു 2 ബാക്കി. അപ്പോൾ എന്താ x സ്ക്വയർഡ്. ഇത് എളുപ്പമായാലും ഇനി ഇൻ്റഗ്രൽ x സ്ക്വയർ ഡി ടി അല്ല ഡി എക്സ് ഡി ടി എങ്ങനെയാണ് ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്താണ് x ക്യൂ ഡിവൈഡ് ബൈ 3 പ്ലസ് c. അത്ര എളുപ്പത്തിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. സോ എന്താണ് നമ്മൾ ഇങ്ങനെയെല്ലാം കണ്ടിട്ടില്ല, എക്സ്പ്രഷൻ കണ്ടിട്ട് പേടിച്ചു പോകരുത്. ജസ്റ്റ് എന്ത് ചെയ്യുക, ആ പറഞ്ഞ ഈയും ലോഗും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ സാധനം കട്ടായി പോയി. ഇനി പിന്നെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് അത്ര ഇതാ 2 സ്റ്റെപ്പ് ഞാൻ എഴുതിയില്ല, അപ്പോഴത്തേക്ക് ആൻസർ കിട്ടി. നമ്മൾ വിചാരിച്ച് ഇതെന്തോ ഭയങ്കര ഇൻ്റഗ്രലാണ്. ഫൈനലി ആൻസർ x ക്യൂബ് ബൈ 3 പ്ലസ് c എന്ന് പറയുന്നത്. ഇതിലും ഇനി സിമ്പിളായി ഇനി ഇൻ്റഗ്രൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇനി അങ്ങനത്തെ ഒരു ഇൻ്റഗ്രൽ ഇല്ല. അതാണ് എനിക്ക് പറയാനല്ലോ. ഇത് ഇതിൽ സിമ്പിൾ ഇനി എന്തെന്ന് ഇനി LKG ലെവലല്ലോ, അത്ര എനിക്ക് പറയാനല്ലോ. അടുത്തൊരു ക്വസ്റ്റ്യന് എന്താണ്, ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യേണ്ടത്. ഈ ഒരു ക്വസ്റ്റ്യൻ കുറച്ച് കുഴപ്പം പോലെ തോന്നുന്നുണ്ട് എനിക്ക്. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇൻ്റഗ്രൽ 0 ടു π ബൈ 2 log 4 പ്ലസ് 3 sin x ഡിവൈഡ് ബൈ 4 പ്ലസ് 3 cos x dx. ഓക്കെ, നല്ല സാധനം പോലെ ഉണ്ട്. ഇൻ്റഗ്രൽ 0 ടു π ബൈ 2 log 4 പ്ലസ് 3 sin x ഡിവൈഡ് ബൈ 4 പ്ലസ് 3 cos x. ഇവിടെ കിങ്സ് റൂൾ ഉപയോഗിക്കുക. ഞാൻ പറഞ്ഞത് എങ്ങനെ കിങ്സ് റൂൾ ഉപയോഗിക്കുവാന്ന്. കിങ്സ് റൂൾ എന്ത് ചെയ്യുക, ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ അല്ല ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് എടുക്കുക. പിന്നെ അടുത്തതിൽ നമ്മൾ കിങ്സ് റൂൾ എങ്ങനെ അപ്ലൈ ചെയ്യുക, അപ്പർ ലിമിറ്റ് മൈനസ് എക്സിൻ്റെ സ്ഥാനത്ത് അപ്പോൾ π ബൈ 2 മൈനസ് എക്സ്. ഇപ്പോൾ ലോഗ് 4 പ്ലസ് 3 സൈൻ എക്സിൻ്റെ സ്ഥാനത്ത് അപ്പോൾ എന്താണ് സൈൻ ഓഫ് π ബൈ 2 മൈനസ് എക്സ് ഡിവൈഡ് ബൈ 4 പ്ലസ് 3 കോസ് π ബൈ 2 മൈനസ് എക്സ്. അപ്പർ ലിമിറ്റ് മൈനസ് എക്സ് ഇട്ട് കൊടുത്ത്. കാരണം എന്താ ഇൻ്റഗ്രൽ 0 ടു എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസിക്കൽ ഇൻ്റഗ്രൽ 0 ടു എ അല്ല എഫ് ഓഫ് എ മൈനസ് എക്സ് ഡി എക്സ്. ഇതിനാണ് കിങ്സ് റൂൾ എന്ന് പറയുന്നത്. ഇതിനെന്ത് ചെയ്യുക, സെക്കൻഡ് ഇക്വേഷനായിട്ട് എടുക്കുക. അപ്പോൾ നമുക്കറിയാം സൈൻ ഓഫ് 90 മൈനസ് തീറ്റ ആ ഫോർമാറ്റിലാണെങ്കിൽ ഇതിപ്പോൾ ഇല്ലത് എന്താണ് കോസ് തീറ്റയാണ്. അതേപോലെ കോസ് ഓഫ് 90 മൈനസ് ഇതെല്ലാം കോംപ്ലിമെൻ്ററി ആംഗിൾസ് ആണ്. അപ്പോൾ എന്താ സൈൻ തീറ്റ. അപ്പോൾ ഇത് എന്താവും കോസ് തീറ്റയാവും, ഇത് സൈൻ തീറ്റയാവും. അപ്പോൾ എന്തായി മാറി ഇത്. ഇനി നമുക്ക് ഇത് ഇക്വേഷൻ നമ്പർ 2 കിട്ടി, ഇത് ഇക്വേഷൻ നമ്പർ 1 കിട്ടി. അപ്പോൾ ഇനി എന്തായിരിക്കും ചെയ്യുക, ആഡിങ് ഇക്വേഷൻ 1 and 2. അപ്പോൾ i പ്ലസ് i 2i ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു π ബൈ 2 log 4 പ്ലസ് 3 sin x ഡിവൈഡ് ബൈ 4 പ്ലസ് 3 cos x പ്ലസ് ലോഗ് എന്താണ് 4 പ്ലസ് 3 cos x ഡിവൈഡഡ് ബൈ 4 പ്ലസ് 3 sin x. അപ്പോൾ ഇനി എന്ത് ചെയ്ത് നമ്മളെ ലോഗിൻ്റെ പ്രോപ്പർട്ടിയാണ്. അതായത് ഇതെന്താണ്, ഇത് നമ്മളെ ഫസ്റ്റ് ഇക്വേഷൻ, ഇത് നമ്മളെ സെക്കൻഡ് ഇക്വേഷൻ. അപ്പോൾ എന്താ ലോഗിൻ്റെ പ്രോപ്പർട്ടിയാണ് ലോഗ് എ പ്ലസ് ലോഗ് ബി ഫിസിക്കൽ. ഇതിൽ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ഈ ലോഗിൻ്റെ ഫോർമുല. ഇത് അറിയില്ലെങ്കിൽ ഈ ക്വസ്റ്റിന് ഇവിടെ വെച്ച് നിന്നു. ലോഗ് ഓഫ് എന്താ എ ബി, ഇതാണ് നമ്മളെ എഡീഷൻ റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എ ആയിട്ട് ഇത് ബി ആയിട്ട് കൺസിഡർ ചെയ്യുന്നെങ്കിൽ ലോഗ് ഓഫ് എന്താ ഇത് ഇൻറ്റു ഈ സാധനം. അപ്പോൾ എന്താ 4 പ്ലസ് ലോഗ് ഓഫ് 4 പ്ലസ് 3 സൈൻ എക്സ് ഡിവൈഡ് ബൈ 4 പ്ലസ് 3 കോസ് എക്സ് ഇൻറ്റു 4 പ്ലസ് 3 കോസ് എക്സ് ഇൻറ്റു 4 പ്ലസ് 3. ആഹാ ബ്യൂട്ടിഫുൾ. ഇത് നോക്കി നിങ്ങൾ, ഇത് ക്യാൻസൽ, ഇത് ക്യാൻസൽ, ഇത് ക്യാൻസൽ, ഇത് ക്യാൻസൽ.
ഇവിടെ ഇനി എന്താ വന്നത് ലോഗ് 1. ലോഗ് 1 എന്താ? ലോഗ് 1 0. ലോഗ് 1 നമുക്കറിയാം 0 ആണ്. അപ്പോൾ എന്താ 2i = ഇൻ്റഗ്രൽ 0 to π/2. ഈ ലോഗ് 1 0. അപ്പോൾ ഇൻ്റഗ്രലേ ഇൻ്റഗ്രൽ അടിച്ചു പോയി, ഇനിയൊന്നുമില്ല. എന്താ ഇൻ്റഗ്രൽ 0 dx. അപ്പോൾ എന്താ 2i = അവിടെ 0 വന്നു കഴിഞ്ഞാൽ ഇനി ഏത് ഇൻ്റഗ്രേഷൻ ആണെങ്കിലും സാക്ഷാൽ ഇൻ്റഗ്രേഷൻ ആണെങ്കിലും അയാൾ മുട്ടുകുത്തിപ്പോൾ ഇൻ്റഗ്രേഷൻ 0 ഇൻറ്റു ദിസ് ഇൻ്റഗ്രൽ ഇൻ്റഗ്രൽ ഡിസ്ട്രോയിഡ്. അപ്പോൾ 2i = 0. അപ്പോൾ i = 0/2 = 0. അപ്പോൾ എന്താ ആൻസർ ഫൈനലി ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഇങ്ങനെയാണ് നമ്മൾ കിങ്സ് റൂൾ വെച്ചിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക. അത്ര എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ എന്താണ് ഈ പറഞ്ഞ ലോഗിൻ്റെ പ്രോപ്പർട്ടി അറിയണം.